തുടർ ചികിത്സ നിഷേധിക്കപ്പെട്ട ക്യാൻസർ രോഗിയായ രേഷ്മയും കുടുംബവും ഡോക്ടർ സജി മാത്യുവിന് മുന്നിലെത്തിയത് 30 തവണയാണ്. വേദന കൊണ്ട് പിടഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയതേയില്ല. 1.5 വർഷത്തിന് ശേഷം ഒരു പരിശോധനയും നടത്താതെ ഇനി ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നാണ് അസിസ്റ്റന്റ് ഡോക്ടർ മറുപടി നൽകിയത്. അനുഭവിച്ച ദുരിതങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുകയാണ് രേഷ്മ. ഒരാഴ്ചക്ക് മുമ്പ് പോയ സമയത്ത് വൈഫ് ഞാനും ഉമ്മയായിട്ട് പോയ സമയത്ത് അയാൾ തിരിഞ്ഞിരുന്നളയും എൻ്റെ ഫേസേ നോക്കില്ല. എന്തിനാണെങ്കിൽ ഇയാൾ ഇങ്ങനെ കാണിക്കണമെന്ന് ഈ ഡോക്ടർ സജി മാത്യു കാണിക്കണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. തിരിഞ്ഞു നോക്കാത്ത സിസ്റ്റത്തിന്റെ അനാസ്ഥക്കിരയായി ജീവിതം ഇരുട്ടിലായ എത്രയോ മനുഷ്യരുടെ കഥകൾ നമുക്ക് മുൻപിലുണ്ട്. അതിലൊരാൾ മാത്രമാണ് രേഷ്മ എന്ന ഈ 52കാരി. വേദന തിന്നു കഴിയാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2025 ജനുവരിയിൽ വൻകുടലിലെ ക്യാൻസറിന് ചികിത്സ തേടിയാണ് രേഷ്മ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത്. 3 മാസം കൊണ്ട് തിരികെ വെക്കാമെന്ന് പറഞ്ഞ് വൻകുടൽ ഡോക്ടർ പുറത്തെടുത്തു. പക്ഷേ പിന്നീട് തുടർ ശസ്ത്രക്രിയ ഉണ്ടായില്ല. ആദ്യം കീമോ കഴിഞ്ഞതിന് ശേഷം ശസ്ത്രക്രിയ എന്നതായിരുന്നു ഡോക്ടറുടെ മറുപടി. പിന്നീട് മറ്റു രോഗികളുടെ ശസ്ത്രക്രിയ കഴിയട്ടെ എന്ന വിചിത്രവാദം. അതും കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പണി നടക്കുന്നെന്ന്. അതും കഴിഞ്ഞപ്പോൾ പിന്നെ മറുപടിയില്ല. ശസ്ത്രക്രിയക്ക് സമയം തേടി രേഷ്മയും മകനും ഡോക്ടർ സജി മാത്യുവിന് മുൻപിലെത്തിയത് 30 തവണ. ഓരോ ദിവസവും ഞാൻ കരഞ്ഞും കൊണ്ടാണ് മോനെ വിടുന്നത്. ഡോക്ടർ മുഖത്തെ ഈ പ്രാവശ്യം പോയിട്ട് നോക്കിയില്ല, എൻ്റെ മുഖത്തേക്കേ നോക്കിയില്ല. പോയിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇനി നിങ്ങളിത് വെച്ച് തന്നെ കഴിയണം. ഓരോ ദിവസവും വേദന കൊണ്ട് പിടയുകയാണ് രേഷ്മ. ആന്തരിക അവയവം പുറത്തെടുത്തതോടെ അസഹനീയമായ വേദനയാണ്. നടക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും കഴിയാതെ മരവിച്ചു പോകുന്ന അവസ്ഥ. ഇതിന് ഡോക്ടറുടെ മറുപടി ഇങ്ങനെ: വേദന വനുണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്തത് അത് സ്റ്റിച്ചിങ് എഴുതിക്കുന്ന കുറച്ച് ഉള്ളിലേക്ക് തള്ളി തരാൻ പറ്റുന്ന കൈ കൊണ്ട് തള്ളിയാൽ മതിയെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആശുപത്രി അധികൃതരോ ഡോക്ടർ സജി മാത്യുവോ ഇവരെ തിരിഞ്ഞു നോക്കിയില്ല. ബിഗ് TV വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിൽ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബം. ബിഗ് TV പാലക്കാട്.